എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. രാവിലെ വളരെയധികം ഉത്സാഹത്തോടു കൂടിയാണ് ഞാൻ എഴുന്നേറ്റേക്കുന്നത്. കാരണം ഇന്ന് രാവിലെ റോജർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റോജർ വെള്ളിയാഴ്ച അവിടെ നിന്ന് രാത്രി വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ റോജറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ രാത്രി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചത് കാണിച്ചില്ലേ, നമ്മുടെ ബ്രോക്കോളി, കോളിഫ്ലവർ, അതൊക്കെ. അപ്പോൾ റോജർ കഴിഞ്ഞ തവണയും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനും വേണ്ട, എന്തെങ്കിലും മുട്ട, പഴം അങ്ങനത്തെയൊക്കെ മതി, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വെജിറ്റബിൾസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്കുള്ളതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ പപ്പയുടെ അടുത്ത് ഈ ബ്രോക്കോളിയൊക്കെ മേടിച്ച് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലേന്ന് തന്നെ ഞാൻ കട്ട് ചെയ്ത് ഈ സ്റ്റീമർ കഴുകിയെടുത്ത് അതും കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു രാവിലെ. അപ്പോൾ ആദ്യം ക്യാരറ്റും ബീൻസും കൂടി വേവിക്കാനിട്ടിട്ട് അതൊന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ മാത്രമാണ് കോളിഫ്ലവറും ബ്രോക്കോളിയും കൂടിയിട്ട് അതിനകത്തേക്ക് ഇടണത്. അതിനൊക്കെ ഇത്തിരി വേവ് കുറവാണ്, പിന്നെ അത് വെന്തലിഞ്ഞ് പോയാലും കൊള്ളൂല അധികം. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മുട്ടയും ഏത്തപ്പഴം വേവിക്കണം. അപ്പോൾ ആ എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് വേവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പിടിച്ച് അത് മൊത്തത്തിൽ ചിലപ്പോൾ ആൾ കഴിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അങ്ങനെ മഴ ഇങ്ങനെ ആർത്തലച്ച് പെയ്യണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് വന്നിങ്ങനെ ഫ്രണ്ടിലോട്ടൊന്ന് നോക്കിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വെള്ളം കുഴലിൽ കൂടി താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം അവിടെ വെന്തിരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഇത്തിരി ബട്ടറും ഇട്ട് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് ഇതൊന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ വെജിറ്റബിൾസ് ഇട്ടിട്ട്. അപ്പോൾ സാധാരണ ഞാൻ പനീറും കൂടിയിട്ട് ഇതിനകത്ത് ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പനീർ മേടിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തില്ല. പനീറും അധികം ഇടുന്നത് അവന് ഇഷ്ടമല്ല, അങ്ങനെ വളരെ കുറച്ചേ എടുത്ത് കഴിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ബട്ടർ ഇട്ടപ്പോഴത്തേക്ക് ഒരു ഇത്തിരി കൂടുതലാണ്, എങ്കിലും പിന്നെ ഇത് എടുക്കാനായിട്ട് പറ്റിയില്ല, അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട്. അപ്പോൾ ആദ്യം ഇത്തിരി വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ട് ഒരു ചെറിയൊരു ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് അതും പിന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പും കുരുമുളകും. ഇപ്പം നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ഉപ്പിട്ട് വേവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു, ഇതിനൊന്നും ഉപ്പില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നേരിയ ഒരു ഉപ്പ്. കാരണം റോജറിന് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റൊന്നും റോജർ നോക്കാറില്ല, അതങ്ങനെ കഴിച്ചോളും. പിന്നെ അത് മാറ്റിയതിന് ശേഷമാണ് ഏത്തപ്പഴം മുട്ടയും കൂടിയിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത്. മുട്ടയുടെ വെള്ളം മാത്രമല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് മുട്ട എടുത്ത് വെച്ച് വേണ്ടത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റോജറിൻ്റെത് ശരിയാക്കി അങ്ങോട്ട് മാറ്റിയിട്ടാണ്. ഇനിയിപ്പോൾ അതൊരു സമാധാനം. റോജർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാം. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നൂഡിൽസ് ഒരെണ്ണം ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് 2 പേർക്കായിട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ 2 എടുത്തു, കാരണം ഞങ്ങൾക്ക് 4 പേരുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാനിതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിലിങ്ങനെ അത് ഒടിച്ചെടുക്കുമ്പോൾ തെറിച്ചൊക്കെ പോകുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നല്ല വൃത്തിയുള്ള കിച്ചൺ ടവലിൽ ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിട്ട് അപ്പോൾ തെറിച്ച് പോകില്ല, അതിങ്ങനെ ഒടിച്ചാൽ മതിയെന്ന്. അത് ഇന്നത്തെ വീഡിയോയിലാണ് കമൻസ് കണ്ടിട്ടുണ്ടായത്. അതിന് മുൻപ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കത് പരീക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്താണെന്ന് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇല്ലേ, നമ്മളുടെ വിചാരം നമുക്കെല്ലാം അറിയാം എന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനെ ചെറിയ കുഞ്ഞ് ഐഡിയകൾ ചില ആളുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് പലതും കിട്ടാറുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചില അഭിപ്രായങ്ങൾ എഴുതുമ്പോൾ ചിലത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എഴുതിയിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ നല്ല എന്തുകൊണ്ട് നമുക്കത് ഓർക്കാൻ പറ്റിയില്ല അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലത്തെ ഒന്നായിരുന്നു ഈ തുണിയിൽ ഇട്ടിട്ട് ഒടിച്ചെടുക്കുക എന്നുള്ളത് കേട്ടോ. ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ 2 താഴത്തേക്ക് വന്നതാണേ. അപ്പോൾ 2 മുട്ടയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മൂടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആ മൂടി വെക്കാൻ നേരത്ത് മുട്ട ചൂടിലിരുന്നിട്ട് വേകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നൂഡിൽസ് അങ്ങോട്ട് ഇടുക, ടേസ്റ്റ് മേക്കർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട മഞ്ഞ ഞാൻ മേടിച്ചപ്പോഴേ മഞ്ഞ കളറാണല്ലോ മാഗി എന്ന് പറയുമ്പോൾ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും ഇവർ നമ്മളെ പറ്റിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ യെല്ലോ കളറ് കണ്ടു കഴിയുമ്പോൾ മാഗിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണടച്ച് മേടിച്ചൊരു ടേസ്റ്റ് മേക്കറായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇതാണ് നിങ്ങൾ പറഞ്ഞ മാഗിയുടെ ടേസ്റ്റ് മേക്കർ എന്നൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്ത്. എന്നിട്ട് പോലും ഞാൻ ആ പേര് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. റിച്ചാർഡാണ് ഇന്നിപ്പോൾ ഞാനത് ചെയ്യണ സമയത്ത് റിച്ചാർഡ് അവിടെ വന്ന്, അപ്പോൾ റിച്ചാർഡ് പറയും അമ്മ ഇത് മാഗി അല്ലല്ല എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇത് മാഗി അല്ല, എന്താണല്ലേ ഈ ബിസിനസ്സിൻ്റെ ആളുകൾ നമ്മളെ കൺകെട്ട് വിദ്യ പോലെയല്ലേ പറ്റിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ച്. വേറെ ഏതൊരു ബ്രാൻഡാണ്, ആ ബ്രാൻഡ് എനിക്കറിയില്ല, പക്ഷേ മാഗിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് മാഗിയുടെ വേറെ മേടിച്ചിട്ടാ. അപ്പോൾ റിച്ചാർഡ് വേഗം തന്നെ സെർച്ച് ചെയ്ത് ബ്ലിങ്കിറ്റിൽ. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും മാഗിയുടെ 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെ മാഗിയുടേത് ടേസ്റ്റ് മേക്കർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. കാരണം റോജർ ഏകദേശം ഒരു 9:30 എത്തുമെന്നാണ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം 9:30 കഴിഞ്ഞ് 10 പോണ്, ആളെ കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബസ്സിൻ്റെ ഒരു താമസം എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും റോജർ വരാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. വീഡിയോ എടുക്കണമല്ല, റൂബി റോജറിനെ കാണുന്ന വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേല് പോലും കാലത്തെ കുളിക്കാനായിട്ട് കയറി കഴിഞ്ഞാൽ ആ സമയത്താവും വന്നാലാന്ന് വിചാരിച്ച് കുളിക്കാതെ തന്നെ നിന്നിട്ട് ഉച്ചക്കുള്ള ബിരിയാണിയുടെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സവാളയൊക്കെ ഞാൻ എടുത്ത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി രാത്രി തന്നെ വെച്ചെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാ പരിപാടികളും വേഗം അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സവാള ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതിയായിരുന്നു. ആ സവാള ഒന്ന് വറുത്തെടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ളത് മാറ്റി അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും തൈരും ഉപ്പും ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി ഒരിത്തിരി മുളക് പൊടി പേരിന് 1/2 ടീസ്പൂൺ അതിട്ട് ചിക്കൻ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ തരുമ്പതേ പോവാനാ. ആരാണ് പൊന്നെ? മഴ എടാ മഴയടാ, നീക്ക് തുറക്കാൻ. ജാക്സൺ വാ, ജാക്സൺ ഇങ്ങോട്ട്. അവന് വേറെ ബാഗൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വേഗം കയറി വാ ഇങ്ങോട്ട് പോരടാ, ഓടിപ്പോരടാ കുഞ്ഞിനെ കൊണ്ട്. പെട്ടിയൊന്നും ഇല്ലല്ലോ, പെട്ടിയുടെ എന്താ കൊച്ചിനല്ലേ അത്. അച്ഛടി അച്ഛോ, ഓ എന്റെ ദൈവമേ, കൊച്ചട കൊച്ചെന്ന് ഫോട്ടോക്ക് പോസ് ചെയ്യണം. അനുമോ ചേട്ടൻ വന്നാ കുഞ്ഞിൻ്റെ ആ ബാക്കിയാണ്. എന്താണിത്? അച്ഛപ്പോ ചേട്ടനെടുത്തിരിക്കണ എന്തോ എന്താ അഭിമാനപുരസരം ഇരിക്കണാണ്. വാ കേറ്. മഴയാണ് വെള്ളം. ഇവരല്ലേ ന്യൂലി വെറ്റഡ് കപ്പിൾസ്. കൊച്ചിനി ദൂരെ മാറിയിരുന്ന് ലോങ് വ്യൂ ആണിനി. വായോ ഗിഫ്റ്റ് ബോക്സ് എടോ ഓഫറൊക്കെ പോയി തിരിച്ച് 1600 പോയി. എടാ 1230 ചേടാ ലംബോർഗിനി 5 കാർ.
ഇത്ര നേരം റോജന്റെ അങ്ങാട് ഫേസ് ചെയ്തിരിക്കണായിരുന്നു തിരിഞ്ഞ്. അവിടെ നിന്ന് എഴുന്നേറ്റ് കുത്തി ഈ കാട് തിരിഞ്ഞിരിക്കണ്. ചേട്ടാ ചേട്ടാ ചേട്ടന്റെ പൊന്നോ കുഞ്ഞു ചേട്ട വരും. പിന്നെ കൊച്ചിനെ എടുത്തുണ്ടാണ് ചേട്ടൻ നടക്കണത്. കുഞ്ഞു ചേട്ട വരാന് കൊച്ചിനെ എടുത്തിട്ട് നടക്കുള്ളൂ ചേട്ടൻ എപ്പോഴും എപ്പോഴും ഒക്കത്ത് വെച്ചാൽ. ആ അത് തന്നെ പിന്നെ ചോദിക്കട കൊച്ചു കൊരക്കണ്. എന്താണപ്പാ എന്താണ് കുഞ്ഞു കൊരക്കണ? എന്താണമ്മേ കുഞ്ഞു കൊരക്കണത് എന്താണ്? അപ്പോൾ റോജർ വന്നേക്കുന്നത് അവൻ്റെ കൂട്ടുകാരത്തിയുടെ കല്യാണത്തിനാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ വരാതെ പറ്റൂല, അങ്ങനെ ഒറ്റ ദിവസത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ ശനിയാഴ്ച വന്ന് ഞായറാഴ്ച ആൾ പോകും. അപ്പോൾ അവന് അവിടെ അവൻ്റേതായ കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ടും തിങ്കളാഴ്ച ഒരു ഇത് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അവൻ്റെ ഇത് ഓഫീസിൽ. അപ്പോൾ അതുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞായറാഴ്ച തന്നെ പോണത്. അപ്പോൾ ഞായറാഴ്ച ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഓഫീസിലേക്കാണ് പോണത്. അവിടെ തന്നെയാണ് അവൻ കുളിക്കണതും ഭക്ഷണം കഴിക്കണതും എല്ലാം. കിടക്കാൻ വേണ്ടി മാത്രമാണ് PGയിലേക്ക് വരുന്നത്. അപ്പോൾ ഞായറാഴ്ച പോകാതെ തിങ്കളാഴ്ച പോയാൽ പോരെ എന്ന് ഇവിടെ റിച്ചാർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഞായറാഴ്ച എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അത് ചെയ്യാനുണ്ട്, അപ്പോൾ അതിന് പോകാതെ നിവർത്തിയില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ബാഗുകൾ ഒന്നും കൊണ്ടുവന്നില്ല, 2 ഉടുപ്പ് മാത്രം ഇട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ വേഗം ബിരിയാണിയൊക്കെ ആക്കി, പപ്പടം വറുത്ത്, സാലഡ് ഉണ്ടാക്കി, ജീരകവെള്ളം വെച്ച്. അപ്പോൾ നമ്മുടെ സാരിനെ കൊച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്തു കൊടുത്താലും നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞ് കഴിക്കുകയും ചെയ്യും കേട്ടോ. അത് നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷമാണ്. ചില കുട്ടികൾക്ക് വീട് മാറി കഴിയുമ്പോഴേ നമ്മൾ വെക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണത്. കാരണം ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു. പപ്പയുടെ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ നല്ല പാചകക്കാരത്തിയായിരുന്നു. പണ്ട് തന്നെ അമ്മ വെറൈറ്റി പാചകം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ വെറൈറ്റിയൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മീൻ കറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയായിട്ട് ഇവിടെ വെക്കുന്നത്. മീൻ കറി ഞാൻ കഴിക്കത്തുമില്ല. അങ്ങനെ ഒരുപാട് വിഷമതകൾ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടാത്ത മീൻ കറി കൂട്ടിയിട്ട് എനിക്ക് ഊണ് കഴിക്കണം. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന കറികളൊന്നും വെക്കാത്തൊരു വീടും കൂടിയായിരുന്നു. അതൊന്നും അവിടെയുള്ള ആരും കഴിക്കൂലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. പക്ഷെ ഞാൻ പുറത്തത് പറയുന്നില്ല. എങ്കിലും ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിർബന്ധപൂർവ്വം അമ്മ ഇരുത്തി കഴിപ്പിക്കോട്ടെ എന്നെ. അപ്പോൾ അങ്ങനെ എന്നെ ഒരുപാട് അമ്മ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. കൂടെ ഇരുന്ന് ഞാൻ കഴിക്കൂല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ കൂടെ ഇരുന്ന് നിർബന്ധപൂർവ്വം കഴിപ്പിക്കും. കഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഛർദ്ദിക്കും. അതൊക്കെയായിരുന്നു അന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്ത് ഇനി സാറ്റിന് ഇങ്ങനെ ഒന്നാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആ കൊച്ചിന് എല്ലാ സാധനങ്ങളും നല്ല ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഉണ്ടാക്കി കൊടുക്കാനും അതുകൊണ്ട് സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ മാഗി മസാല മേടിച്ചത് കണ്ടല്ലോ അല്ലേ? മാഗി എന്നെ പറ്റിച്ച്, മാഗി അല്ല വേറെ കമ്പനി മാഗിയാണെന്നുള്ള ഒരു ഇതിൽ മഞ്ഞ കവറ് തന്ന് എന്നെ പറ്റിച്ച്. ഇപ്പോൾ ഒറിജിനൽ സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് ചുമ്മാ മേടിച്ചതാണ്. പിന്നെ എന്താണ്, റൂബിക്ക് ചിക്കൻ ഇല്ല. അപ്പോൾ ഏതായാലും ഇല്ലേ, ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കുള്ളൂ ചിക്കൻ കൊണ്ടുവന്ന് തരണതേ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തില്ല, ഇന്ന് നേരം ഉണ്ടാകുന്നില്ല. പിന്നെ അത് 2 ചിക്കനായിട്ടാണ് നമ്മൾ മേടിക്കണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ നേരം പോകും. കാരണം ഇത് ഞാൻ പറഞ്ഞിരുന്നില്ല, 2:30 ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇനി അത്യാവശ്യം ഇവൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ 2 മുട്ട ഇവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ റോജറിന് വേണ്ടിയിട്ട് ആക്കിയ മുട്ടയില്ലേ, അത് 2 മുട്ട. ഇവൻ റോജർ 1 മുട്ട പോലും കഴിച്ചില്ല. അത്രയും കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് 2 മുട്ട റൂബിക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ ചിക്കൻ മേടിച്ച് വേവിച്ചത്. അത് 1/2 കിലോ 150 രൂപയാണ് കേട്ടോ. മറ്റേ തൊലിയുള്ള ചിക്കനായിരുന്നു. അത് റൂബിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ച് ഞാനങ്ങനെ മേടിച്ചതാണ്. ഇവൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളിങ്ങനെ പാക്കറ്റിലുള്ള ഒരു ഇത് മേടിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ സാധനം മേടിക്കാറില്ല. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് ചോറും കറിയും ഒന്നുമില്ല. അതുകൊണ്ട് ഇനി ചോറും കറിയൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 2:30 പോകാൻ പറ്റില്ല. അതുകൊണ്ട് പപ്പയ്ക്ക് പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചു. അപ്പോൾ ബീഫ് കറി ആണെങ്കിൽ മറിഞ്ഞാണ് വന്നത്. മറിഞ്ഞിട്ട് എണ്ണ എല്ലാം ഊർന്ന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് കണ്ടത്. അപ്പോൾ
ഇത് പപ്പയുടെ ബർത്ത്ഡേയുടെ ഒരു ഫുഡായിട്ടാണ് നമ്മൾ കൊടുത്തത്. ബർത്ത്ഡേയുടെ അന്ന് ഇത് പൊറോട്ടയും ബീഫ് കറിയും മേടിച്ച് കൊടുക്കാമെന്നാണ് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ ഒരുപാട് ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, പിന്നെ പായസമൊക്കെ സാറ്റിനയുടെ മമ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പപ്പക്ക് ഏതായാലും ഇനിയിപ്പോൾ രാത്രി ഡിന്നറിന് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊറോട്ട ഇറച്ചി. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ന് ഏതായാലും പൊറോട്ട ഇറച്ചിയും ഇത് പറ്റിയൊരു സന്ദർഭമായിട്ട് തോന്നി അങ്ങനെ മേടിച്ച് നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിച്ച് പപ്പ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ 4 പേരും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം ഞാൻ റൈസ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ ആവശ്യക്കാർക്ക് ആവശ്യമുള്ള പോലെ ഇട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ മസാല ചോറും ചിക്കനും കൂടി പുരണ്ടിട്ടുള്ള ഏറ്റവും അവസാനം ഉള്ള അടിയിൽ കിടക്കുന്ന മസാലയും വേറൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ച് സാലഡും. അപ്പോൾ സാലഡിൻ്റെ അകത്ത് തക്കാളി ഇട്ടിട്ടില്ല, അത് തക്കാളി ഇടാത്തതാണ് അതിന് നല്ലത്. കുക്കുംബറും സവാളയും തൈരും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് അതും കൂടി എടുത്ത് പപ്പടവും വറുത്ത് പിന്നെ ജീരക വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചാർ ഉണ്ട്, മേടിച്ച അച്ചാർ, അത് ആ ഒരു ചെറിയ കുപ്പി ഉണ്ട്. അപ്പോൾ അതിന് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല, അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അച്ചാറിൻ്റെ കുപ്പി തന്നെ തുറന്നവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ച് ഇപ്പോൾ റോജറും സാറ്റിനക്കും ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച അടുപ്പിച്ചാ അത് വെള്ളത്തിൽ കൂടി നടക്കണ പോലെയുള്ള നടക്കണത്. എടാ നിങ്ങൾ 3 പേരും കൂടി ഇന്നൊരു ഫോട്ടോ എടുത്തേക്കട്ടെ. പപ്പ നിൽക്കണ്ടെന്ന് അയ്യോ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ആ മുകളില്. അങ്ങനെ ഞങ്ങൾ 4 പേരും ഭക്ഷണമൊക്കെ കഴിച്ച് സാറ്റിൻ്റെ അടുത്തും റിച്ചാൻ്റെ അടുത്തും വേഗം പോയിട്ട് ഒരുങ്ങി പാത്രം കഴുകാൻ നിൽക്കില്ല, അല്ലെങ്കിൽ സാറ്റിനെ കൊച്ച് പാത്രം കഴുകാൻ കയറും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കഴുകി വെച്ചോളാം, ഞാനേതായാലും കുളിച്ച് നിൽക്കണമല്ലേ, എനിക്ക് വേറെ പണിയില്ല. അപ്പോൾ വേഗം തന്നെ ഞാൻ പാത്രങ്ങൾ സ്പീഡിൽ കഴുകി ഒതുക്കി കേട്ടോ. കാരണം നേരെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു, 2:30 കഴിഞ്ഞ് 2:45 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പോവാൻകിന്നിലെത്തി. നേരത്തെ ഇത് ഹെഡ് സപ്പോർട്ട് ടൈൽസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പണ്ട് ഈ ഒരു ഷോപ്പ് പേരുണ്ടായിരുന്നു. ഇപ്പം അത് മാനേജ്മെൻറ്റൊക്കെ മാറി പുതിയ പേരിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ പോവാൻകിന്നിൽ ഇത് ഹെഡ് സപ്പോർട്ട്സ് ടൈൽസിലെ അത് ഹഫ്റ്റ് എന്ന് പറയും. ഹഫ്റ്റിലെ ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത് കേട്ടോ. ആളുകളൊന്നും മാറിയിട്ടൊന്നുമില്ല, അതിൻ്റെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം പരിചയം തന്നെയാണ് അവിടെ. പിന്നെ അതിൻ്റെ അകത്തുള്ള സെറ്റിങ്സൊക്കെ അവരൊന്ന് മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നേരത്തെ ഇത്തിരി വ്യത്യാസമുള്ള ഒരു രീതിയായിരുന്നു, അങ്ങനെ ഇപ്പോൾ ചെറിയ ഒരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾ വന്ന് റൂബിനെ കൊണ്ടുപോയി. റൂബി എന്ത് ചെയ്താൽ പോകില്ല, കല്ല് പോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണമായിരുന്നു. അപ്പോൾ അവർ എടുത്തങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് റൂബിക്ക് ചെവിട്ടിലിടാനുള്ള മരുന്നുണ്ട്, അത് ആ ക്ലെൻസർ ഇട്ടിട്ട് വേണം. കണ്ട സാറ്റിനെ ഓർമ്മിപ്പിക്കണം, കണ്ട അതാണ് എൻ്റെ പൊന്നെ. ഞങ്ങൾ സമ്മതിച്ച് പോയി സാറ്റിന് തന്നെ അത് എടുത്ത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ മരുന്നാണ് ആ ചെക്കൻ്റെ കയ്യിൽ കൊടുത്തേക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് എൻ്റെ അടുത്തേക്ക് പോകാനും റൂബി കുഞ്ഞ് കിടന്ന് വിഷമിക്കണ സീനാണ്. അപ്പം നഖം വെട്ടണ കാര്യമൊക്കെയാണ് റിച്ചാർഡ് പറഞ്ഞു കൊടുക്കണം. കാരണം നഖം ഒരു കയ്യിൽ മാത്രം ഭയങ്കരമായിട്ട് വളരുന്നുണ്ട്, മറ്റേ കൈയൊക്കെ നോർമലാണ്, കാലുമൊക്കെ നോർമലാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണേണ്. അപ്പോൾ വേറെ ഡോഗുകളൊക്കെ വരെയും കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലേ ഞങ്ങൾ കുറേ ദിവസം മുൻപ് ഇങ്ങനെ റൂബീനെ കൊണ്ടുപോകുന്ന കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടാ, ചെവിയിൽ ഇടുന്ന മരുന്ന് കൊണ്ടുപോകണം, മരുന്നല്ല ക്ലെൻസർ കൊണ്ടുപോകണം, അതവിടെ ചെന്നിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാനെന്ന് അവരോട് പറയണം. അത് സാറ്റിനത് കേട്ടിട്ടുണ്ട്. അത് കുറേ ദിവസം മുമ്പായിരുന്നെങ്കിലും ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് റൂബിനെ കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വേഗം സാറ്റിനെ മമ്മി മരുന്നെടുത്ത്. അപ്പോഴാണ് ഞങ്ങൾ ഓർക്കണേ, അതിശയിച്ചു പോയി, ഞങ്ങളെല്ലാവരും മറന്ന്. എന്നിട്ടത് കാറിൽ വെച്ചിട്ട് ഈ പോയിൻകിന്നിനകത്തേക്ക് കയറിയപ്പോഴത്തേക്കും അപ്പോഴും എടുക്കാതെയാണ് റൂബിനെ. അപ്പോഴും സാറ്റിന് ആ വീഡിയോയിൽ കണ്ടില്ലേ ഇങ്ങനെ ചെവിട്ടിലിടുന്നത് എടുത്തില്ലേ എന്ന്. എന്നിട്ട് ഓടിപ്പോയി കാറിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ മരുന്ന് തിരിച്ചെടുക്കാൻ മറന്നുപോയി. അപ്പോഴും സാറ്റിനെ ഓർമ്മിപ്പിച്ചത് ആ മരുന്ന് തിരിച്ചെടുത്താൽ. അപ്പോഴാണ് നമ്മൾ മോളിൽ പോയി വീണ്ടും അവരോട് ചോദിച്ചാൽ ആ മരുന്ന് തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അയ്യോ സമ്മതിക്കണേ, കൊച്ചിൻ്റെ ഒരു ഓർമ്മശക്തി. എല്ലാവരും മറന്നാലും ഇല്ല, ആ കൊച്ചും മറക്കൂല. ഞങ്ങൾക്ക് അതിശയമായിപ്പോയി. 3 പ്രാവശ്യം ഞങ്ങൾ മറന്നത്.
3 പ്രാവശ്യം കൊച്ചു ഓർമ്മിപ്പിച്ച്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് സാറ്റിനെയും റിച്ചാർഡും കൂടി ഒന്ന് എറണാകുളത്തേക്ക് പോയതാണ്. കാരണം ഫോണിൻ്റെ കവർ എന്തോ സാറ്റിനയുടെ ഇത് എന്താണ് സ്ക്രീൻ ഗാർഡും ഫോണിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ നേരെ സാറ്റിനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടാണ് എറണാകുളത്തേക്ക് പോയിട്ട് ഇപ്പം തന്നെ വരും, പെട്ടെന്ന് വരും, അടുത്ത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ റോജറും ഇവിടെ കറങ്ങി നടന്ന് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ വെറുതെ ഇത് കണ്ടു നിൽക്കാൻ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ഓരോ സാധനങ്ങളും നോക്കണേ. അപ്പോൾ ഇവരുടെ ഡ്രസ്സൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമ്മുടെ റൂബി ഇടൂല, അതുകൊണ്ട് നമ്മൾ മേടിക്കാറുമില്ല. അപ്പോൾ ഇവരുടെ റെയിൻകോട്ട്, വാലിന് വരെ റെയിൻകോട്ടിൻ്റെ ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റോജർ അതിൻ്റെ അടുത്ത് കാണിക്കണതാണ്. റെയിൻകോട്ടും ഷൂസുകൾ, പിന്നെ നല്ല ഇപ്പോൾ ഒരു പാർട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ എല്ലാം ഏകദേശം ഒരു 4000-3500 രൂപ വിലയുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സിനും അത്രയും വിലയൊക്കെ ഉണ്ട്. കാരണം ഇത് റോജറുടെ അടുത്ത് കാണിക്കുന്നത് ഇത് വലിയ ഡോഗിൻ്റെ ഒരു റെയിൻകോട്ടാണ്. അപ്പോൾ അതിൻ്റെ വാലും കൈയും കാലും ഒക്കെ റോജർ എന്നെ എടുത്ത് കാണിച്ചു തന്നെയാണ്. ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചത്. വാല് കണ്ട, വാലാണ് പിടിച്ചേക്കണം, വാല് കൂടി കവർ ചെയ്ത് മഴ കൊള്ളാതെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവൻ പറയണത് ഇതൊക്കെ നമ്മുടെ റൂബിക്ക് മേടിച്ചാൽ റൂബി ഇടൂല, അല്ലെങ്കിൽ നമുക്ക് മേടിച്ച് അവളെ എങ്ങനെ നടത്താമായിരുന്നതൊക്കെയാണ്. അതെപ്പോഴും റിച്ചാർഡ് ഇവിടെ ഒന്ന് കാണുമ്പോൾ പറഞ്ഞിട്ടാ ഈ സാധനങ്ങൾ മൊത്തം നമ്മൾ മേടിച്ച് ഇവളെ ഇടിക്കൂല, ഇവൾ ഒരു സാധനം ഉപയോഗിക്കൂലല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കണ്ട് കൊതിച്ച് ഇങ്ങോട്ട് പോകുന്നു. മേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതും വാലിൻ്റെയൊക്കെയാണ്, വാലിൻ്റെ കവറൊക്കെയാണ് കിടക്കണത്. അപ്പോൾ അങ്ങനെ അത് കുറേ നേരമൊക്കെ നോക്കിയിരുന്നു. ആ നേരം കൊണ്ട് റൂബിയുടെ കുളിയും അവിടെ നടക്കുന്നുണ്ട്. ഇവർ എറണാകുളത്ത് പോയി ഇവരുടെ ഷോപ്പിങ്ങും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കാല് കഴിച്ച് ഒരുപാട് നേരം കറങ്ങി നടന്ന് കുറേ സാധനങ്ങൾ കേട്ടായി. എല്ലാത്തിനും നല്ല വിലയുണ്ട് കേട്ടോ. നമ്മളുടെ റൂബിയുടെ ബെൽറ്റുകളും അവൾ ഭക്ഷണം കഴിക്കണ പാത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂബിയുടെ ഹാർനസിനൊക്കെ ഏകദേശം 1700 വില ഉള്ളതാണ്. അതുപോലെ ലീഷാണെന്നുണ്ടെങ്കിലും അതിനും ഏകദേശം 1200 എന്തോ വില ആ ലീഷിനും മാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടൻ്റാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അത്രയും വില വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് വേറെ മേടിക്കേണ്ടി വരില്ല. അത് പൊട്ടിപ്പോയെന്നാൽ ചീത്തയിപ്പോയെന്നാൽ ഒരിക്കലും പറയേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ റൂബിക്ക് 2 ഹാർനസ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 ഹാർനസിന് നല്ല വിലയുണ്ടായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 1700 ആ ഒരു റേഞ്ചിലാണ് ഹാർനസിൻ്റെ വില വരുന്നത്. പിന്നെ നമ്മൾ വേറെ കടകളിൽ ഇങ്ങനെ പെറ്റിൻ്റെ കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഹാർനസൊക്കെ 300-400 രൂപയ്ക്ക് ഈ മോഡൽ കിട്ടും. പക്ഷേ ഈ ഒരു ക്വാളിറ്റിയും അതുണ്ടാവില്ല. ഇത് ഇമ്പോർട്ടഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അങ്ങനത്തെ ഈ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കാണാത്ത കുറേ ആളുകളുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ഇപ്പോഴാണ് കണ്ടതേ, അതുകൊണ്ടാണ്. ഞങ്ങൾക്കും അറിയില്ല ഇതിനു വേണ്ടും കാര്യങ്ങൾ ഇങ്ങനെ പെറ്റ്സിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഈ ആദ്യമായിട്ട് ഈ കടയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ബാംബു ബോയ്സിനെ പോലെ ആയിപ്പോയി. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത്രയും സാധനങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതെന്നുള്ളത്. പിന്നെ ഇവരുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ്, അതായത് ഓരോ സ്ഥലങ്ങളിൽ ഇടുന്ന ഓരോ തരം ക്രീമുകളൊക്കെ ഇരിക്കുന്നത് ഞെട്ടിപ്പോയി. ഇതൊന്നും നമ്മൾ മേടിക്കൂല കേട്ടോ, കണ്ടത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവരുടെ പോവിലിടുന്ന മറ്റേ ഈ താഴ്ത്ത സാധനമില്ലേ, എന്തെന്ന് അതിനെ പറഞ്ഞത്, പോസില്ലേ, മറ്റേ ദശ കാലിൻ്റെ അടിയിലത്തെ ആ സംഭവത്തിലിടുന്ന ക്രീമുകൾ, മൂക്കയിലിടുന്ന ക്രീം, ചുണ്ടുമേൽ മാത്രം ഇടുന്ന, കണ്ണ് ക്ലീൻ ചെയ്യണത്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടിട്ടാണ്. അതൊന്നും നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. കാരണം നമ്മുടെ റൂബി അതിനൊന്നും നിന്ന് തരയില്ല. ഇതൊക്കെ മേടിച്ച് നമ്മൾ തന്നെ ഇട്ട് തീർക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിതൊക്കെ കണ്ട് വിട്ട് കളഞ്ഞ് അതിൻ്റെ വില കേട്ടാൽ അപ്പം തന്നെ ഓടും. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് റിച്ചാർഡ് മേടിക്കോട്ടെ. ഇവൾക്ക് ഒരുവിധം ഫുഡ് ഐറ്റംസ് കഴിക്കൂലല്ലോ. അപ്പോൾ കഴിക്കുന്നതായ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്, ഭയങ്കര ഇഷ്ടമുള്ളതാണ് അവൾക്ക്. അതൊക്കെ കുഞ്ഞ് പാക്കറ്റിന് പോലും 300 മുകളിലാണ്. അതിൻ്റെ തന്നെ ഒരു 200 ഗ്രാം എടുക്കണമെങ്കിൽ 600, അങ്ങനെയാണ്. ഭയങ്കര ചെറിയ പാക്കറ്റ്സ് ആണെങ്കിലും ഭയങ്കര വിലയാണ്. അതെല്ലാം ഇമ്പോർട്ട് ചെയ്ത ഇത് ഫുഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് ഡ്രസ്സുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതും കൂടി അപ്പോൾ റോജർ എടുത്ത് നോക്കിയതാണ് കേട്ടോ. റോജറിനും ഭയങ്കര ഇഷ്ടമുണ്ട്, ഒരെണ്ണം മേടിക്കാൻ മമ്മി എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മേടിച്ചാൽ ഇവള് ഇടൂല, നമ്മൾക്ക് വെറുതെ കാണാമെന്ന് മാത്രമല്ലേ ഉള്ളൂ, അതും ഇത്രയും വില. അപ്പം അങ്ങനെ ഇത് ആളുകൾക്ക് ഇടാനുള്ള ടീഷർട്ടാണ് കേട്ടോ. അതായത് ഡോഗിനെ കൊണ്ടുപോകുമ്പോൾ കൂടെ ഇട്ടുകൊണ്ട് പോകാൻ, അതുവരെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊരെണ്ണം എന്തിനാണ് അവോർഡ് ഇട്ടേച്ചത്, ഒരു സോക്സ്, ക്രിസ്മസ് സോക്സ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വില കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര വിലയാണ്. അപ്പോൾ അതവിടെ തന്നെ ഇട്ടിട്ട് അതെന്തിനാണ് അവിടെ ഈ സമയത്ത് ഇട്ടതെന്ന് ഞാൻ വിചാരിച്ച്. ക്രിസ്മസ് ടൈമൊന്നും അല്ലല്ലോ. പിന്നെ ഇവിടെ പൂച്ചകളുടെ കുറേ കളിക്കണ സംഭവങ്ങളുണ്ട് കേട്ടോ.
അപ്പോൾ പൂച്ചകൾക്ക് വേറൊരു സെക്ഷൻ തന്നെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് എഴുതി അവിടെ പിൻ ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയതാണ്, നേരത്തെ വന്നപ്പോൾ കണ്ടിട്ടില്ല. അതിൻ്റെ പിന്നും പാഡും എല്ലാം എഴുതാനായിട്ട് പെന്നെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പിൻ ചെയ്ത് അവിടെ വെച്ചാൽ മതി. എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ എഴുതാൻ മറന്നുപോയി, എഴുതി വെച്ചില്ലായിരുന്നു. പിന്നെ ഇത് ഡോഗ്സിനുള്ള ബിയറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്നേക്കുന്നതാണ് കേട്ടോ, നേരത്തെ ഒന്നും വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ റോദറിനെ കാണിച്ചത്, മമ്മി ഈ ബിയറൊക്കെ ഇത് ഡോഗ്സിന് കൊടുക്കാനുള്ള, നമ്മുടെ റൂബിക്ക് കൊടുത്താൽ റൂബി ചത്തുപോകുന്നൊക്കെ പറയണമായിരുന്നു. പിന്നെ ഈ സെക്ഷനാണ് പൂച്ചയുടെ കളിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഈ കുഞ്ഞി പൂച്ചക്കൊക്കെ തന്നെ 300-350 രൂപയ്ക്കാണ് എഴുതി വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ്, പൂച്ചയുടെ മണികൾ, കുഞ്ഞി ബെൽറ്റുകൾ, നെക്ക് ബെൽറ്റില്ലേ അത്, കോളറുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പൂച്ചക്കുണ്ട്. പിന്നെ നമ്മുടെ പെറ്റിൻ്റെ രോമം സൂക്ഷിക്കാനായിട്ടുള്ള ഒരു എംറ്റി ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് പൂച്ചയുടെ ഷേപ്പുള്ള ഒരു സംഭവം. അപ്പോൾ അങ്ങനെ അത് കീ ചെയിനായിട്ട് ആ ബാഗിൽ കൊളുത്തിരുന്ന സാധനമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇവരുടെ ഈ പാത്രങ്ങൾ, ഇവിടെ ഇപ്പോൾ അത്ര വില കൂടിയ പാത്രങ്ങൾ കാണുന്നില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് റൂബിക്ക് പാത്രം മേടിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല പാത്രമാണ് ഇത് 2 നമ്മൾ റൂബിക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു പാത്രം അന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് 1500-1700 രൂപ ഈ ഒരു പാത്രം വലുതിന് വിലയുണ്ടായിരുന്നു. ചെറുതിന് ഏകദേശം 1000-ന് അടുത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെള്ളം കുടിക്കാനും വെച്ച് ഇത് ഭക്ഷണം എടുക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മഴവിൽ പോലെയുള്ള കളറാണ് കേട്ടോ. ഇത് അതിൻ്റേതായ ക്വാളിറ്റി അതിനുണ്ട് കേട്ടോ. അത്രയും ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. ഇതുമൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ആ സംഭവത്തിനുണ്ട്. ആ ഒരു സ്റ്റൈലും കാണാനുള്ള ഇതെല്ലാം അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കറങ്ങി നിന്ന് മോളിൽ പോയിരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് കാല് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളിൽ പോയി റെസ്റ്റ് ചെയ്ത് അപ്പോഴേക്കും കുട്ടികൾ 2 കൂടി എറണാകുളത്ത് പോയി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സാരിനെ കൊച്ച് മേടിച്ച കവറൊക്കെ, ഫോണിൻ്റെ കവറൊക്കെ കാണിച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഞങ്ങൾ വീണ്ടും പോയി. അപ്പോഴാണ് നമ്മുടെ റൂബി വന്നത്. തത്തമ്മ ഇടപ്പിടിയുടെ തത്തമ്മോ തത്തമ്മോ തത്തമ്മോ, മമ്മിയുടെ മുത്ത്, മമ്മിയുടെ മുത്ത്, അച്ചടാ മുത്ത്, മമ്മിയുടെ മുത്ത് വന്ന്, മമ്മിയുടെ മുത്ത് വന്ന് മമ്മിയുടെ മുത്ത് വന്ന്. മുഖം നോക്കട്ടെ മുഖം നോക്കട്ടെ മുഖം നോക്കട്ടെ. ചേച്ചിനെ കാണാൻ നടക്കും. സന്തോഷം. കൊച്ചു നോക്കണുണ്ടടാ പൊന്നാ തത്തുമ്പോ കൊച്ചു സെലക്ട് ചെയ്യുന്നടാ. മുക്കോണ്ട് നീക്ക, അത് നല്ലതായിരിക്കുള്ളൂ. പിന്നെ ഇതെല്ലാം പാലുമ്പഴോളൂ, ഒരേ സാധനങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ, പല ഷേപ്പിലാക്കണേ ഇവര്. നിർത്തിക്കോ, വാ. വേറൊന്നുമില്ല, വേണ്ടട്ടാ. 600 രൂപ ഞങ്ങളുടെ നമ്മക്കടിക്ക അങ്ങനത്തെ പെർഫ്യൂമാ. ഒന്ന് കെട്ടിന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിന്ന്. അതൊക്കെ
അപ്പം നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം ഇതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫെല്ലാം നമ്മളോട് ഭയങ്കര സ്നേഹവും പരിചയമൊക്കെയാണ്. അപ്പോൾ ആ മോനാണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്നേഹമാണ്. ആ മോൻ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ, അത് പാർട്ട് ടൈമായിട്ട് വന്ന് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബെഡൊക്കെ മേടിക്കണേ, എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, മമ്മി ഒരു ബെഡ് മേടിക്കുക. ഞാൻ പറഞ്ഞു ബെഡ് ഇടാൻ നമുക്ക് സ്ഥലമില്ല, ഉള്ള ബെഡ് മതി, ഇവളങ്ങനെ കിടക്കൂലല്ല, ഇവൾ കട്ടിൽ നമ്മളുടെ കൂടെയല്ല കിടക്കുക, പിന്നെ എന്തിനാണ് നമുക്ക് ബെഡ്, അവിടെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു തന്നെ ഞാനെടുത്ത് കളയാണ് ചെയ്തത്, ഇടാനൊക്കെ സ്ഥലമില്ലാതെ. അത് സ്മെല്ലും വെക്കും, നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് മേടിക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ബെഡിനൊക്കെ ഭയങ്കര വില കുറവും ചെറിയ ബെഡുകൾക്ക് വില കൂടുതലുമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്, മമ്മി ഇതിന് ഇത്രയും വലിയ ബെഡിന് 2000 സംതിങ്ങുകൾ, പക്ഷേ ആ കുഞ്ഞ് ബെഡിനൊക്കെ 4000 രൂപയാണ് എഴുതിയേക്കണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുമെന്നൊക്കെ ഞങ്ങൾ പറയണമായിരുന്നു. കൊച്ചിനൊന്നും എടുത്ത് കറിക്കറ്റുള്ളൂ കേട്ടോ, ഇനി വീശിടണ്ട, ഞാനെടുക്കാം, നിന്റെ മേത്താണ്ട്. ഇതെന്ത് സാധനം, ഇതല്ലടേ കുഞ്ഞൊക്കെ ഇരിക്കണതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ സ്പാ കഴിഞ്ഞത് ഇറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നില്ല, 30 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് ബാക്കി അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ റൂബി കുഞ്ഞിൻ്റെ സ്പാക്ക് 1400 രൂപയാണ് ആയിട്ടുണ്ടാകുന്നത്. വലിയ ഡോഗുകൾ, രോമം കൂടിയ ഡോഗുകൾക്ക് പൈസ വീണ്ടും കൂടും. അപ്പോൾ ബാക്കി ഭാഗങ്ങളും അടുത്തൊരു ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്